ആരാ നീ? മുസാഫിർ. Sorry sir, the game is over. Adios. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയോടാ നീ? നല്ല പോലീസുകാരനെ മാത്രമല്ല, കൂടെ നിന്ന് ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ്, അകക്കണ്ണ് എനിക്കതുണ്ട്. സുഹറയും കൊണ്ട് ആംബുലൻസ് പുറപ്പെട്ട 9-ാം മിനിറ്റിൽ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോ എനിക്ക് റെഡ് സിഗ്നൽ കിട്ടി, ഒറ്റുകാരൻ കൂടെയുണ്ടെന്ന്. നിന്റെ ട്രാക്ക് റെക്കോർഡ് ഞാൻ വിശദമായി പരിശോധിച്ചു. മുസാഫറിന്റെ സാന്നിധ്യം അറിഞ്ഞ ഇടങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു. ഗവേഷകനായി, അധ്യാപകനായി, പിന്നെ ഇപ്പൊ IPS ഓഫീസറായി. വിദേശ ചാരന്മാരെ നാബി എന്ന സ്പെഷ്യൽ ടീമിൽ നിന്നെ ഉൾപ്പെടുത്താൻ കോടികളുടെ കോഴപ്പണം ശത്രു രാജ്യത്ത് നിന്ന് ഒഴുകിയെത്തിയിരിക്കണം. ഒടുവിൽ ഹവാല പ്രൊട്ടക്ടറായി കേരളത്തിലേക്ക് വരാൻ ചുളുവിൽ ഒരു സ്ഥലം മാറ്റം. കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ നിന്നെ നിയമിച്ചതിന് പിന്നിൽ ഇവന്റെ അദൃശ്യ സാന്നിധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞ സുഹറ നിലവിളിച്ചത് പ്രതിപക്ഷ MLA ഗോപിനാഥനെ കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് നീ കരുതിയോ? ആ സമയം ഗോപിനാഥന്റെ അരികിൽ നിന്നിരുന്ന നിന്നെ കണ്ടിട്ടാണ് സുഹറ നിലവിളിച്ചത്. വനത്തിനുള്ളിലെ വുഡ് ഹൗസിൽ യൂസഫ് ഖാനെ കൊലപ്പെടുത്തുമ്പോ ഇവന്റെയും സ്റ്റീഫന്റെയും ഒപ്പം മുസാഫിർ ഉണ്ടായിരുന്നു എന്ന് വർക്കിച്ചൻ പറഞ്ഞപ്പോ ഐ കൺജേർഡ്. വാട്ട് ഹാപ്പൻ? മീറ്റ് മുസാഫിർ. ഭായ് പറഞ്ഞ ദേശദ്രോഹികളുടെ പ്രതിനിധി, എന്റെ ബിസിനസ് പ്രൊട്ടക്ടർ. ഇനിയും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് യൂസഫ് ഭായിക്ക് തോന്നുന്നു. നിനക്കെതിരെ എനിക്ക് വേണ്ടിയിരുന്നത് ശക്തമായ തെളിവുകളായിരുന്നു. സോ ഐ ബ്രോക്ക് ഇൻടു യുവർ ഹൗസ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലും CD-കളിലും നീ എൻക്രിപ്റ്റ് ചെയ്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഡേറ്റ എക്സ്പേർട്സ് ഡീക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തെ ഭീകരതയുടെ ഏറ്റവും പുതിയ ഒളിത്താവളമാക്കാൻ നീയും ഇവനും ചേർന്നൊരുക്കിയ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റ് ഇന്ന് എന്റെ കയ്യിലുണ്ട്. ബട്ട് യുവർ ഇൻസീഡിയസ് പ്രോജക്ട് ഷാൽ നോട്ട് ടേക്ക് ഓഫ്. കോടതി മുറിക്കുള്ളിലെ നീണ്ട കാത്തിരിപ്പിന്റെ ദയ നീ അർഹിക്കുന്നില്ല. യു ഡിസേർവ് ഇൻസ്റ്റന്റ് വെർഡിക്റ്റ്. ഓഫീസർ, ഞാൻ തോൽവി സമ്മതിക്കുന്നു, കീഴടങ്ങുന്നു. Now you can take me to law. ഏത് നിയമം? വിൽപ്പനയ്ക്ക് വെക്കാത്ത ഒരു നിയമവും ഈ നാട്ടിലില്ല. ദി ഡിസ്റ്റിംഗ്വിഷ്ഡ് മെമ്പർ ഓഫ് രാജ്യസഭ. നിന്നെ പോലുള്ള NRI ദൈവങ്ങളും കള്ളുകച്ചവടക്കാരും വെച്ചുവാണിഭക്കാരും കൊള്ളപ്പണമറിഞ്ഞ് സ്വന്തമാക്കുന്ന പരമോന്നത പദവി. ജനങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതെ പിൻവാതിലൂടെ അധികാരം പിടിച്ചടക്കുന്ന എല്ലാ ദുഷ്പ്രഭുക്കൾക്കും എതിരെയുള്ള ജനവിധി അത് ഞാൻ നടപ്പാക്കുന്നു.